ഞാൻ കുറച്ച് അരിയുണ്ട ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് എടങ്ങാഴി പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നന്നായി വറുത്തെടുക്കണം. അരിൻ്റെ പകുതി 2 നാഴി ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് വറുത്തെടുക്കണം. അരിൻ്റെ പകുതി അളവിലാണ് ചെറുപയർ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പൊരികടലയാണ്. ചെറുപയറിൻ്റെ പകുതി അളവിൽ പൊരികടല, അതായത് നാഴി പൊരികടല എടുത്തിട്ടുണ്ട്. അതിനെയും വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കായും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് അരി വറുത്തതും ചെറുപയർ വറുത്തതും പൊരികടല വറുത്തതുമാണ്. അതിൻ്റെ കൂടെ നമ്മളിതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുക്കണം. അതിന് ഏലക്കായിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്തത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാവിടെയും ഒരുപോലെ എല്ലാം എത്താൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ചീഞ്ചട്ടിയിലിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ആ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ, 2 തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ആ 2 തേങ്ങ ഇട്ട് നന്നായി വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ഷെയ്ഡോട് കൂടിയിട്ട് നമുക്ക് വറുത്താൽ മതിയാവും. അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ. അവസാനം ഇറക്കാറാവുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചിട്ട് അതിനെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വെല്ലം പാവ് കാച്ചാൻ വെക്കുകയാണ്. 1 കിലോളം വെല്ലം എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് പാവ് കാച്ചാൻ വെച്ചത്. അത് നന്നായിട്ട് അലിഞ്ഞു വരണം. അത് അലിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ച തേങ്ങയും പൊടിച്ച പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ എല്ലാവിടെയും ഒരുപോലെ എത്തണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ പാവ് അലിഞ്ഞു വന്നിട്ടുണ്ട്. പാവ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നൂൽപ്പരുവൊന്നും ആയിട്ടില്ല. നൂൽപ്പരുവായാൽ നല്ല ബലമാവും. അല്ലാണ്ട് തന്നെ ഞാൻ ഒരുവിധം അലിഞ്ഞതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പൊടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 4-5 കയ്യിൽ പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലേ നമുക്ക് ചിലപ്പോൾ പാവ് പോരാണ്ടായി കഴിഞ്ഞാൽ, പൊടി കൂടുതലായി കഴിഞ്ഞാൽ ഉണ്ട പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് പൊടി മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വെല്ലം ഒഴിച്ചത്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഈ വെല്ലപ്പാവ് എല്ലാവിടെയും നന്നായി യോജിച്ച് പിടിച്ചാലേ നമുക്ക് ഉണ്ട പിടിച്ചാൽ നേരെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ വെല്ലപ്പാവ് നമുക്ക് എല്ലാമായിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഈ ചൂട്ടോടുകൂടെ തന്നെ നന്നായിട്ട് ഉണ്ട പിടിച്ചെടുത്താൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വെല്ലപ്പാവും പൊടിയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അത് ചൂട്ടോടുകൂടെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വയ്ക്കണം. ഒതുക്കി വെച്ച് ഒരു ഭാഗത്തു നിന്ന് കുറച്ച് എടുത്തിട്ട് വേണം നമുക്ക് ഉണ്ട പിടിക്കാൻ. എന്നാലേ അത് ചൂടാറുന്നതിന് മുമ്പ് മുഴുവനായിട്ട് ഉണ്ട പിടിച്ച് കഴിയുള്ളൂ കേട്ടോ. എൻ്റെ മോള് ബാംഗ്ലൂർ വർക്ക് ചെയ്യണം. അവൾ ലീവിന് വന്നിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ അവൾക്ക് കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ഓരത്തുനിന്ന് കുറേശ്ശെയായിട്ട് ഉണ്ട പിടിച്ച് എടുക്കുന്നുണ്ട്. ചൂടാറുന്നതിന് മുമ്പ് എല്ലാം പിടിച്ചെടുക്കണം, എന്നാലേ നമുക്കത് വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പൊടിയെല്ലാം ഉണ്ട പിടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.